ഹേ ഗായ്സ്, എൻ്റെ പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പറയുന്നതിൽ എനർജി ഇല്ലാത്ത കാര്യം നിങ്ങൾ കേട്ടോണ്ടറിയത്തില്ല. ഹലോ പറഞ്ഞ അതെന്നല്ലോട്ട് ഈ പറയുന്നതിൽ എനർജി ഇല്ലാത്ത കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരനും ഇപ്പോൾ ചേരിപ്പെട്ട്. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടുകാണുമായിരിക്കും. ഈ ഗോൾഡൻ ലംബോർഗിനി ഉറൂസ് എൻ്റെ കൂട്ടുകാരെ അടിച്ചു മാറ്റാൻ പറഞ്ഞു. ഞാൻ അടിച്ചു മാറ്റി. അവസാനം പോലീസും പിടിച്ചു. എൻ്റെ മുടിയും വളർന്ന് ഒരു 3 ആഴ്ചയായിട്ട് ഇതിനകത്ത് കിടക്കുക. അതാണ്ട് യവൻ്റെ മുടി നരച്ച്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകത്ത്. ഞാൻ എൻ്റെ മുടി നരച്ച് ഇപ്പം യവന് പണി കിട്ടി. ഡാ, ഇന്ന് എസ്കേപ്പ് ആവണ്ടേ? എന്തോന്ന് എസ്കേപ്പാ? ആരുടെ എസ്കേപ്പിൻ്റെ കാര്യം പറഞ്ഞേ? സാറേ, അത് നിങ്ങളാണോ? ഞങ്ങളെന്താ പറയുക, ഞങ്ങളെന്താ പറയുക, മീൻസ് ഒരു എന്തോന്നു പറഞ്ഞു, ഞാൻ മറന്നുപോയി. ഞങ്ങളെങ്ങനെ ഇവനെ കാർ ഓടിക്കുക അത്ര ഒന്നും അറിയത്തില്ല, അപ്പം അതിനെ പറ്റി പഠിപ്പിക്കുന്നു. ശരി, എസ്കേപ്പായി നിങ്ങളെ ഞാൻ കൊല്ലും. ഓക്കെ. എടാ, ഇന്ന് എസ്കേപ്പ് ആവണ്ടേ നമുക്ക്? എന്തോന്ന് എസ്കേപ്പാ? ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണ്ടേന്ന്. എങ്ങനെയാടാ പ്ലാൻ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പോലീസുകാരെ കൊല്ലണം. എല്ലാ പോലീസുകാരന്മാരെയും വെടിവെച്ചിട്ടിട്ട് പബ്ലിക്ക് ലംബോർഗിനി ഉറൂസ് എടുത്ത് പോവാം. എന്ത് പറയുന്നു? എന്നാ അത് ചെയ്യടാ, നമുക്കങ്ങനെ ചെയ്യാം. ഞാൻ തുടങ്ങട്ടാ. കെയർഫുള്ളായിക്കണേ. യവന്മാരെൻ്റെ ഗണ്ണൊന്നും പിടിച്ചിട്ടില്ല. NPCനെയും കൊല്ലാം, അതായിരിക്കും ബാക്കി പുറത്തേക്കുന്ന ആൾക്കാരെയും കൊല്ലാം. ചാവടങ്ങോട്ട് ചാവ്. ഇയാളെന്ത് ചാവാട്ടെ? ചത്ത്. ചാവടാ പോലീസുകാരാ, ചാവ്. ബാക്കി ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഭാഗ്യം. യോയോ, ചാവടങ്ങോട്ട്. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളിപ്പോൾ എസ്കേപ്പ് ആവുന്നത് പോലീസിനെ വെടിവെച്ചെന്ന് പറയോ? ഞങ്ങളാരും പറയത്തില്ല. പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലും. ശരി. എടാ, അവന്മാരെ കൊല്ലണ്ട. അവസാനം അവന്മാരെ കൊല്ലാൻ നമ്മളെ പോലീസ് വിളിക്കാൻ വരും. എന്നാ വേണ്ടടാ, പോലീസുകാരെ പടുക്കാൻ നീ കൊല്ല്. നിങ്ങൾ പറയൂലല്ലോ അല്ലേ? എന്താ പറയാ, ഏതെങ്കിലും ഒരു സത്യം ഇട്. ദേവസത്യം ഇട്. ദേവസത്യം ഉറപ്പ്. പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലും. പിന്നെ ദേവസത്യം നിങ്ങൾ ഇട്ട് വച്ചിട്ടുണ്ട്, ഇനി മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അവന്മാരുടെ പറയലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്മാരെ തൽക്കാൻ ഞാൻ കൊല്ലുന്നില്ല. ഇയാൾക്ക് ഒന്നും ഏൽക്കാത്ത. ഒരു മിനിറ്റ്, യവന്മാർക്കൊന്നും ഏൽക്കുന്നില്ലല്ലോ. ഗായ്സ്, ഈ പുറത്തേക്കുന്ന പോലീസുകാർക്കൊന്നും കൊള്ളുന്നില്ല. എന്നാ ഇത് എടുക്കട്ടെ ഞാൻ. എൻ്റെ ഹെൽത്തും കുറഞ്ഞല്ലോ. ഇപ്പം 9129 അടിക്കണം. നമ്മൾ ചാവാത്ത. എന്നാ സ്നൈപ്പർ എടുത്തിട്ട് അടിച്ചു നോക്കാം. അല്ലെങ്കിൽ പതുക്കെ സ്റ്റിക്കി ബോംബിട്ട് ഇത് പൊട്ടിക്കണം. സ്റ്റിക്കി ബോംബിട്ട് നമുക്ക് ഈ ജയിൽ പൊട്ടിച്ചിറങ്ങണം. അതൊക്കെ നല്ലത്. കീ മറ്റേ ആളുടെ കയ്യില്ല, ഇപ്പോൾ എടുക്കാനും പറ്റത്തില്ല. അപ്പം റെഡി, 1 2 3. ഗായ്സ്, എങ്ങനെയോ ബോംബ് പൊട്ടി ഞങ്ങൾ പതിയെ പുറത്ത് വന്നിട്ടുണ്ട്. യവന്മാർ കാണാതെ വന്നത്. ശരിക്കും ഞങ്ങൾ മോളിക്കൂടെ താഴോട്ടെടുത്ത് ചാടി. അപ്പം യവന്മാരെന്തായാലും കൊന്നേക്കെ. ഇല്ലെങ്കിലേ NPC അല്ല ഞാൻ തൽക്കാലം വിശ്വസിക്കാം. പക്ഷെ യവന്മാരെ കൊന്നില്ലെങ്കിൽ പണി പാളും. പോലീസുകാരാ. അതുകൊണ്ട് യവന്മാരെ കൊല്ലുന്നതാ നല്ലത്. 2 പേരും ഭാഗ്യത്തിന് ചത്തു. എൻ്റെ കൂട്ടുകാരും വണ്ടിക്കകത്തിരിപ്പുണ്ട്. ഇതാണ്ട് വണ്ടിയുടെ കീയും പോലീസുകാരുടെ അതിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോടാ കൂട്ടുകാരാ. പിന്നെന്താ നമുക്കിനി പോവാം. ഇനി മേലെ നീ ഇതുപോലത്തെ ഓരോ പരിപാടി ഉണ്ടാക്കി വയ്ക്കല്ലോ. ഇനി ഞാൻ നോക്കോളാം. NPCയിലുള്ള മറ്റേ മനുഷ്യന്മാരൊക്കെ നല്ല ആൾക്കാരായെന്നാൽ മതിയായിരുന്നു. അവരെ വിശ്വസിച്ചാൽ ഒന്നും കൊല്ലാത്തത്.
ആ എടാ ഫ്രാങ്കിൾ നമുക്ക് വിശ്വസിക്കല്ലേ. എടാ ഫ്രാങ്കിളിനെ ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. നീ എന്തിനാ ഈ ഐലൻഡിലേക്ക് വന്നത്? ഈ ഐലൻഡോ? എടാ ഇത് ബീച്ചല്ലേ? ആ ബീച്ചെങ്കിൽ ബീച്ച്, എന്തിനാ ഇവിടെ വന്നേ? എടാ ഒരു കാര്യം സാധിക്കാണ്ട്. എന്തോന്നടാ നീ ഒന്നിനെ രണ്ടിനെ പോകാൻ പോവാനാ? അയ്യേ പോടാ അവിടുന്ന്. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങ്, ഞാൻ പറയാം. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങ്. ആ ഞാൻ ഇറങ്ങാം. എന്തോ ഫ്രാങ്കിൽ നീ പുറത്തെങ്ങാന്ന് ഞാൻ ഇറങ്ങിയല്ലോ. നിൻ്റെ മുടിയൊക്കെ ഒരു നിറച്ചു പോയല്ലേ? എന്താ നീ എൻ്റെ മുടിയെല്ലാം ദൈ അടിക്കാൻ പോകണം? 3 ആഴ്ച നിന്നെങ്ങനെ ഇപ്പോഴല്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടേ എന്നോട് ക്ഷമിക്കണം. നീ എന്തോ ചെയ്യാൻ പോണത്? നീ ക്ഷമിക്കുക. അത് ചിലപ്പോൾ നീ ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ പോവാണ്. എടാ നീ എന്നെ കൊല്ലാൻ പോവാണോ വെച്ചാൽ അതെ, നീ ലോകത്തിൽ വേണ്ടടാ. എന്നെ കൊടുക്കാൻ നോക്കിയ ഒരാൾ ഇനി വേണ്ട. എന്തോ നീ എന്നെ കൊടുക്കാൻ നോക്കിയല്ലേ? കൊടുക്കാൻ നോക്കിയെന്നല്ല, യവൻ കാരണം പോലീസ് എന്നെയും പിടിച്ച്. ഞാൻ ശരിക്കും ഇത് രണ്ടുപേർക്കും കൂടി ഇത് ലംബോർഗിനി ഇട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഞാൻ തന്നെ അത് ചെയ്യാം. ഇനി ഞാൻ ഈ വണ്ടി കൊണ്ട് വിൽക്കാൻ പോവാം. അവൻ്റെ കാറും എൻ്റെ സ്വന്തം. ശരിക്കും അവൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ശരിക്കും അവൻ്റെ കാറും ഒക്കെ കിട്ടണമെന്ന് വേണ്ടിയിട്ടല്ല ഞാൻ അവനെ കൊന്നത്. പക്ഷേ അവൻ കാരണം ഞാനും കുടുങ്ങി. അത് അവൻ മാത്രം കാരണം. അത് അവൻ ഈ ലോകത്ത് വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ അവനെ കൊന്നു. നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോവാം. ഷോപ്പിൽ പോയിട്ട് വിൽക്കാൻ നോക്കാം. ഇപ്പം തന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ വിൽക്കാം. അതായിരിക്കും നല്ലത്. ഇനി വേറൊരു വീഡിയോ പ്രത്യേകം എന്നെ എടുക്കണ്ട. അതായിരിക്കും നല്ലത്. ഇനി പോലീസൊന്നും കാണാതെ. ഒയ്യോ ഈ വരെയാണോ? ആരും കണ്ടില്ല, ഭാഗ്യത്തിന് കണ്ടില്ലെന്ന് വിചാരിക്കുന്നു. ഇതൊരു പതുക്കെ നമുക്ക് പോവാം. ആരും കാണാതെ ഇരുന്നാൽ മതി. ഞാൻ പോലീസുള്ള വഴിയില്ല വന്നത്, കാണൂലായിരിക്കുമല്ലേ എന്ന് വിചാരിച്ച് നേരെ ഗോയിങ് ടു ദ ഷോറൂം. അയ്യോ എനിക്ക് വണ്ടി ബാലൻസ് കിട്ടുന്നില്ല. ഇത് ലംബോർഗിനിയുടെ ഉറൂസാണ് ഗൈസ്. ഉറൂസ് വണ്ടി സ്കിഡായി പോകുന്നതോ. അവൻ ഒറ്റ കാരണം, ഇല്ലെങ്കിൽ ഈ കാശ് ഷെയർ അടിക്കായിരുന്നു. പക്ഷേ അതെന്നെ കൊണ്ട് പറ്റത്തില്ല ഇനി, കാരണം അവൻ കാരണം ഞാനും കുടുങ്ങി. ഞാൻ ശ്രദ്ധിക്കണം എന്ന് അവൻ്റെ അടുത്ത് കൂടുതൽ പറഞ്ഞത്. ഇനി അവൻ കാരണം ഞാൻ ഒരു ട്രാപ്പിൽ പോയി പെടണ്ടെന്ന് വിചാരിച്ചു. ദാറ്റ്സ് എ മെയിൻ റീസൺ. അപ്പം നേരെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ല എന്തോ. ഞാനിത് സിമ്പിളായിട്ട് കൊണ്ടുപോയി വിറ്റ്. പോലീസുകാർ ചിലപ്പോൾ ചർച്ച ഇറങ്ങി കാണും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എല്ലാവരും കൊന്നല്ലോ. അവരെ അന്വേഷിച്ച് ഇനി വേറെ പോലീസുകാർ വരും. ഇവിടെ ആരും ഇല്ലേ? കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യണം, വിറ്റ് കാശുണ്ടാക്കണം. ഓക്കെ, ആൾ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. എക്സ്ക്യൂസ് മീ സാർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? സാർ ഒരു കാര്യമുണ്ട്, ഇന്ന് നിങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടത്തില്ല. വണ്ടിയൊക്കെ തീർന്നു പോയി. എനിക്ക് വണ്ടി വേണ്ട. ഇപ്പം സ്റ്റോക്കൊന്നും ഇല്ലേ? ഇല്ല സാർ. ഞാൻ വന്ന മെയിൻ ഉദ്ദേശം ഈ ഗോൾഡൻ ലംബോർഗിനി ഉറൂസ് വിൽക്കാനാണ്. ഓ ഗോൾഡനോ? വാവ്, ഇത് സാറിൻ്റെ ലംബോർഗിനിയാ? അതെ എൻ്റെ. ഓക്കെ, ഇത് സാറിന് എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തരാം. എത്ര വേണ്ടേ? എനിക്കൊരു എത്ര അയക്കണം, ഒരു 10 ലക്ഷമൊക്കെ ഇന്ന് കിട്ടുമോ? 10 ലക്ഷമോ? ഓ 10 ലക്ഷം അല്ല, ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാ? ഇത് നല്ല എക്സ്പെൻസീവ് ഒക്കെ ആയതുകൊണ്ട് ഒരു 5 ലക്ഷം വരും. അപ്പോൾ ഇത് ഗോൾഡൻ ആയപ്പോൾ 10 ലക്ഷം ആയില്ലേ? ഒന്നയക്കോ പ്ലീസ്. 10 ലക്ഷം എനിക്ക് വേണമെന്ന്. പിന്നെന്താ സാറേ, 10 ലക്ഷം അയക്കാം.
അക്കൗണ്ടിൽ എനിക്ക് സാറിൻ്റെ അക്കൗണ്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് GPay വഴി. ഓ താങ്ക് യു. ഞാനാ പോട്ടെ. സാർ വയ്ക്കൂ. അപ്പം ശരി. ഓക്കെ ഗൈസ്, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, മുന്നേ നിറച്ചും ഉണ്ടായിരുന്നു. ഇയാൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആ വണ്ടി എൻ്റെ ആണ്. ഞാൻ പറഞ്ഞു അതെ, ഇത് എൻ്റെ വണ്ടിയാണെന്ന്. തൽക്കാലം ഇത് ആരും അറിയണ്ട. ഞാൻ വണ്ടി കൊണ്ട് മറിച്ച് വിറ്റിട്ടുണ്ട്. ഞാൻ പൈസ മുഴുവൻ എനിക്ക് സ്വന്തം. ആദ്യം ഇവിടെ വണ്ടിയും കിട്ടുമോ നോക്കട്ടെ, അതും എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ നോക്കാം. അയ്യോ, ഓടിപ്പോയി ക്യാച്ചേ. ആ വണ്ടി പറന്നുപോയി. താണ്ട അടുത്ത ഒരു എൻ്റെ ഓർമ്മ, ഇതിനെ പോയി പിടിക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഈ വീഡിയോ. ഞാനും കൂട്ടാനും ജയിലിൽ ചാടി അവനെ കൊല്ലുകയും ചെയ്തു, എന്നിട്ട് ലംബോർഗിനി ഉരൂസ് വിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഈ വീഡിയോ. അപ്പോൾ ഇനി പുതിയ വീഡിയോസ് കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.